ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ അടുത്ത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. കടയിലോട്ട് പോയപ്പോൾ അവിടെ മാങ്ങ ഇരിക്കുന്നത് കണ്ടിട്ടോ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ കൊതി തോന്നി. അതുകൊണ്ട് തന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടോ. ഏത് മാങ്ങയാണ് എന്ത് മാങ്ങയാണ് പേരൊന്നും അറിയില്ലെങ്കിലും മാങ്ങ അച്ചാറിട്ടാൽ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഫേവറേറ്റ് ആയിട്ടുള്ള അച്ചാറുകളിലൊന്നാണ് മാങ്ങയും നാരങ്ങയും പിന്നെ വെളുത്തുള്ളിയൊക്കെ. നമ്മൾ മലയാളികൾക്ക് പിന്നെ അച്ചാറില്ലാത്തൊരു ഊണില്ലല്ലോ. അപ്പോൾ എല്ലാ വീടുകളിലാണെങ്കിലും ഒരെണ്ണമെങ്കിലും ഒരച്ചാറെങ്കിലും സ്റ്റോക്ക് ഉണ്ടാവുമല്ലേ. ഇവിടെ ഇപ്പോൾ എല്ലാം തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത് വാങ്ങിച്ച് ഇതൊന്ന് അച്ചാറിടാൻ വേണ്ടി വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അച്ചാർ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും അത് മാത്രം മതിയല്ലോ. അപ്പോൾ മാങ്ങയൊക്കെ നല്ലപോലെ 5 മാങ്ങ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. അത് നന്നായിട്ടൊന്ന് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഈ മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ അണ്ടി പുറത്തെടുക്കുമ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മാമ്പഴക്കാലം ആകുമ്പോൾ മാങ്ങയൊക്കെ കഴിച്ച് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളൊരു വിളി ഉണ്ടല്ലോ ലാസ്റ്റ്, ഈ അണ്ടിക്കൊരു തുണ പോകുമോ എന്ന് ചോദിക്കുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ടായിരുന്നു പണ്ട് സ്കൂളിലായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ. അപ്പോൾ ചെറുതാക്കി ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചു. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നേരത്തെ തന്നെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങയുടെ തൊലിയൊന്നും കളയാതെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചിലവരൊക്കെ അച്ചാറിടുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് മാങ്ങയുടെ തൊലി ചെത്തി കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുത്ത് അച്ചാറിടുന്നത്. ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. മാങ്ങയുടെ തൊലിയൊന്നും കളയാറില്ല. അരിഞ്ഞെടുത്ത മാങ്ങയിലോട്ട് കല്ലുപ്പും ആവശ്യത്തിന് കല്ലുപ്പും മുളക് പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം കായം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ്. ഇനി അർജൻറ്റായിട്ടൊന്നും നമുക്ക് അച്ചാറിടാനില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം അതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് പിറ്റേ ദിവസം അച്ചാറിടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. മാങ്ങയിലുള്ള വെള്ളമൊക്കെ ഈ മുളകും അതുപോലെ ഉപ്പുമൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട്. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗ്യാസിലോട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലെണ്ണയാണ് അച്ചാറിടാൻ എപ്പോഴും നല്ലത്. ചിലവരൊക്കെ വെളിച്ചെണ്ണയിലും ഓയിലൊക്കെ ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്റ്റോർ ചെയ്ത് വെക്കാം, കുറച്ച് കാലം വെക്കണം എന്നുണ്ടെങ്കിൽ കേടുകൂടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണയാണ്. ടേസ്റ്റും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉലുവയും കടുകും ഒന്നിട്ട് പൊടിച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് അധികം തന്നെ വെളുത്തുള്ളി 2ആയിട്ട് കീറിയതാണ് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചിയും കൂടെ ചേർത്ത് കറിവേപ്പില കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് അച്ചാറിലെ ഈ കറിവേപ്പില ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ അതിലൊക്കെ പിടിച്ചിരിക്കുന്ന ആ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് അധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കാന്താരിയാണ് കേട്ടോ. ഇതിലോട്ട് മുളക് പൊടി ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതും. പക്ഷേ ഇത് ഉപ്പിലിട്ട് വെച്ച കാന്താരിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ആരുടെയും കയ്യിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മുളക് പൊടി തന്നെ ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ട് കാശ്മീരി മുളക് പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാങ്ങയിൽ ആദ്യം ചേർത്താണല്ലോ. പിന്നെ ഒരു ഉലുവ പൊടിയും കൂടെ, പിന്നെ അതിന് ശേഷം അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതാണെങ്കിലും കുഴപ്പമില്ല, കയ്യിലുള്ളത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ആവശ്യത്തിന് കായം കൂടെ ഒരു 1/2 ടീസ്പൂണോളം കായം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം അതൊന്ന് മാങ്ങയൊന്ന് വെന്ത് വരാൻ പാടില്ല, വെന്തുടയാനോ ഒന്നും പാടില്ല. കുറച്ചൊന്ന് ചൂടായി കിട്ടണം. അതിനുശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചില്ല എന്ന് പറയുന്ന പോലെ തന്നെ വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുളിക്ക് ആവശ്യത്തിനുള്ള വിനെഗർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ അധികം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് ഒരു 1/2 കപ്പോളം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് ഓഫ് ചെയ്യുക, തിളപ്പിക്കൊന്നും വേണ്ട. വിനെഗർ ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം കുറച്ച് ഉലുവയും കടുകും കൂടെ ഒന്ന് വറുത്തെടുത്ത് ഒന്ന് പൊടിച്ച് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇത് ചേർക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം ഒട്ടും ഇല്ലാത്തൊരു ഗ്ലാസ് ബോട്ടിലിൽ നിറച്ച് വെക്കാം കേട്ടോ. അച്ചാറൊക്കെ അപ്പം തന്നെ കഴിക്കുമ്പോഴല്ല, അത് ഉണ്ടാക്കി വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.